ഇപ്പൊ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. പിണറായി വിജയൻ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SDP-യുടെ ബന്ധം പറയുന്നു. ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പരിഹസിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയ സാഹചര്യം ഇന്നലെ ഞാൻ പൂർത്തിയാക്കട്ടെ. ലീഗിന്റെ കൊടി ഇവിടെ പുറത്ത് കാണിച്ചുകൊണ്ട് പ്രചാരണത്തിൽ പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനും ലീഗിനും ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരം എന്ന് പറയുകയാണ് CPM ചെയ്യേണ്ടത്. രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ തുടരേണ്ടി വരും. ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ മാഡം വരാം. ബ്രേക്ക് അങ്ങനെ പറ്റില്ല. ബുള്ളറ്റ് മോശമില്ല. നമുക്ക് ചർച്ച തുടരേണ്ടി വരും. അല്ല ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാഡം പറഞ്ഞതിന്റെ മറുപടിയാണ്. ഇത്രയും തർക്കിക്കുന്ന സമയം മതി. ഞാൻ പെട്ടെന്ന് പറയാം. അതായത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനകത്തെ ഒരു ഫാക്ട് ചെക്ക് ആണല്ലോ. ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സർക്കാരിന്റെ സൈറ്റിൽ തന്നെ LSG-Kerala.gov.in ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിൽ 32 അംഗ നഗരസഭയാണ്. അതിൽ SDP-ക്കുള്ളത് 3 അംഗങ്ങളാണ്. ഇവിടെ മാഡം പറഞ്ഞു SDP-യുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ LDF ഭരിക്കുന്നതെന്ന്. അവിടെ LDF-ന് 13, UDF-ന് 13, കോൺഗ്രസ് വിമതർ 3 പേരുണ്ട്. 3 SDP. അതിൽ കോൺഗ്രസ് വിമതരും LDF-ഉം ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. അതിൽ മാഡം പറഞ്ഞ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ടല്ലോ അമീന ഹൈദരാലി, അവർ കോൺഗ്രസ് വിമതയായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. ഇനി അവർ SDP-I ഇൻ ഡിസ്ഗൈസ് ആണോ എന്നുള്ളത് അവരാണ് വെളിപ്പെടുത്തേണ്ടത്. അമീന ഹൈദരാലി ഞാൻ പറയട്ടെ. അമീന ഹൈദരാലി മത്സരിച്ച് വിജയിച്ചപ്പോൾ അവർക്ക് ചുറ്റും SDP-ക്കാർ കൂടി നിന്നത് വെച്ചുകൊണ്ടാണ് അവർ SDP-യുടെ ആളാണെന്ന് SDP-I ക്ലെയിം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മാഡം പക്ഷേ പറയുന്നു ഡയറക്ട്ലി അമീന ഹൈദരാലി SDP-I ആണ് അവരെ ചെയർപേഴ്സൺ ആക്കിയിരിക്കുന്നു എന്നൊക്കെ. അത് തെറ്റാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അമീന ഹൈദരാലി മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസ് വിമതയായിട്ടാണ്. തെറ്റുണ്ടെങ്കിൽ നികേഷ് സാറിന് തിരുത്താം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും അമീന ഹൈദരാലിയാണ്. അതിലെവിടെയാണ് SDP-I കറക്റ്റ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നുള്ള മാഡം പറയുന്നത്. ഇടവേള കഴിഞ്ഞ് പറഞ്ഞാലും മതി. അല്ല അങ്ങനെ ഇപ്പൊ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് ഒരു മിനിറ്റ് സുജി ആ രൂപത്തിൽ സംസാരിക്കണ്ട. അല്ല പറഞ്ഞത് അന്ന് വന്നിരുന്ന വാർത്തകളാണ്. അല്ല വല്ലാതെ CPM-ന് വേണ്ടി വല്ലാതെ ശബ്ദമുയർത്തി സംസാരിക്കണ്ട കേട്ടോ. ഇവിടെ കൊടുത്തിരുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. കൊടുത്തിരുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. ഞാൻ ഈരാറ്റുപേട്ടയിലെ കാര്യം ഞാൻ പറഞ്ഞു. അത് തിരിച്ചു പറയാനൊന്നുമില്ല. നഗരസഭയെ കുറിച്ച് ഇവിടെ ആദ്യം സംസാരിച്ചത് ഞാനായതുകൊണ്ട് അതിനകത്ത് ഖണ്ഡിക്കാനൊന്നും ഇവിടെ നിന്നിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല ഞാൻ ആ രൂപത്തിൽ പറയേണ്ട കാര്യമില്ല. പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടു. അമീന ഹൈദരാലിയാണ് വിഷയമെങ്കിൽ അമീന ഹൈദരാലി കോൺഗ്രസിന്റെ വിമതയാണ്. അവര് ഭർത്താവ് ഹൈദരാലി മരണപ്പെട്ടപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അവർ സ്വതന്ത്രയായി മത്സരിച്ചു, ജയിച്ചു. ഇതാണ് അവസ്ഥ. ആ ആളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവർ SDP-യുടെ ക്ലെയിമന്റ് അല്ല, അവർ SDP-യും അല്ല.